ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇക്കയുടെ ഫാമിലിയിൽ അവർ 9 മക്കളാണ്. അവരുടെ മക്കളും മക്കളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ചേട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ബലൂണും ബർത്ത്ഡേ ബാനറൊക്കെ സെറ്റ് ചെയ്യുകയാണ് അവർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നാത്തൂൻ്റെ ഹസ്ബൻഡും മോനും പിന്നെ ചേട്ടനും വൈഫും മോനും എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ചേട്ടൻ വന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ ഉമ്മി, ഞങ്ങളുടെ ചേട്ടത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഇത് ഇക്കയുടെ തൊട്ട് മൂത്ത ചേട്ടൻ്റെ വൈഫാണ്. അത് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ പേര് യാസീൻ എന്നാണ്. യാസീൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇത്. അവർക്ക് സന്ധ്യ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആഹാരമൊക്കെ കൊടുത്ത് അവർക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ടതല്ലേ. അപ്പോൾ യാസീൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഫുഡ് കഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് കേക്ക് കട്ടിയാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ നമ്മൾ ടേബിളിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടയർ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഫുട്ബോൾ ടീമിലുള്ള കേക്കാണ്. അതിൽ യാസിൻ്റെ ഫേസാണ് ആ ഒരു ഫോട്ടോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവൻ എപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് അവന് മ്യൂസിക്കും ലൈറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം ചേട്ടൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്ന ടൈമിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസൊക്കെ കളിക്കുകയാണ്. അവൻ എപ്പോഴും ആക്റ്റീവാണ്. എവിടെ വെച്ച് ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും അവൻ ആക്റ്റീവാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അവൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി ഒന്നിച്ച് നിന്ന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കേക്ക് കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗിഫ്റ്റ് കൊടുക്കലാണല്ലോ. പിന്നെ കൂട്ടുകാരും വന്ന എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് യാസീന്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പടക്കം പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ട്. തലേ ദിവസം വിഷുവിന് വാങ്ങി വെച്ചിരുന്ന പടക്കങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേക്ക് പൊട്ടിക്കാനായിട്ട് വെച്ചിരുന്നതായിരുന്നേ. അങ്ങനെ ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടെ ഇന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അവിടെ ഇത്തായും ഇക്കായും കൂടെ ഉണ്ടാക്കിയതായിരുന്നു. മധുഹൂത്തായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.